Hello friends, എല്ലാവർക്കും SP ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തനി നാടൻ താറാവ് കറിയാണ്. നമ്മൾ ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ താറാവ് കറി. നല്ല പെപ്പർ ഇട്ട നല്ല ഫ്ലേവറുള്ള താറാവ് കറിയും അതിനോടൊപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പവും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്തെന്ന് നിങ്ങൾ പോയി കണ്ടിട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണണം, മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ല നാടൻ സ്റ്റൈലിലെ താറാവ് കറി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 തൊട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ തേങ്ങാക്കൊത്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ട്രഡീഷണലി ഉള്ള താറാവ് കറിക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർക്കാറില്ല. പക്ഷെ ഇവിടെ വീട്ടിലെല്ലാവർക്കും തേങ്ങാക്കൊത്ത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കറി ആകുമ്പോഴത്തേക്ക്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു മെത്തേഡും കൂടി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലോട്ട് ആയിട്ടുണ്ട് തേങ്ങാക്കൊത്തെല്ലാം. ഈ സമയത്ത് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ് ഇത്. അതൊന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ 2 കപ്പ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതും ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. അതോടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൊച്ചുള്ളി നമ്മൾ ഇടുന്ന കുറച്ചുകൂടി നല്ല ടേസ്റ്റ് വരും. അപ്പം ഈ സവാള നിങ്ങൾക്ക് മാറ്റിയിട്ട് മൊത്തത്തിലേ കൊച്ചുള്ളി മാത്രമായിട്ട് ഇടാം. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു സാധാരണ സവാളേനെക്കാട്ടി കുറച്ചുകൂടി ഒന്ന് എരിവ് കിട്ടുന്ന നമുക്ക് കൊച്ചുള്ളിക്കാണ്. അപ്പം ഞാനിത് പകുതി ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. 2 സവാളയും ബാക്കി കൊച്ചുള്ളി നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്, ഇതാ കാണാൻ പറ്റും. ഓക്കെ, ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ടിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. കുറച്ച് നേരം ഒന്ന് സെൻറ്ററിലോട്ട് നമുക്കൊന്ന് എണ്ണയിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഒരു ചെറിയ പച്ചമണമൊക്കെ മാറട്ടെ. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 2 പച്ചമുളക് ഇടുകയാണ്. ഈ താറാവ് കറിയിൽ ആകെ എരിവായിട്ട് വരുന്നത് പച്ചമുളകും കുരുമുളകിൻ്റെയാണ്. കുരുമുളക് നമ്മൾ ചേർക്കാൻ പോകുന്നേ ഉള്ളൂ, ഇപ്പോഴല്ല. അപ്പോൾ എരിവ് ആവശ്യത്തിന് ഇഷ്ടമുള്ളവർ കൂട്ടിയിടാം. കൂടുതൽ എരിവ് വേണ്ടെങ്കിൽ ഈ പച്ചമുളക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് കുരുമുളക് മാത്രം ഇട്ടാലും മതി. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഓരോ പൊടികളൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഫ്ലെയിം നല്ല ലോ ആക്കി വെക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് മെയിൻ താറാവിനെ നമ്മൾ ഇടാൻ പോവാണ്. ഇത് 1 കിലോ താറാവാണ്. വിത്ത് സ്കിന്നോട് ഉള്ളതാണിത്. സ്കിന്നോട് ചേർക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ്. ഇതാണ് എൻ്റെ സ്കിൻ. എൻ്റെ ടെക്സ്ചർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ചിലവർക്ക് ഈ സ്കിൻ ഇഷ്ടമല്ല. അപ്പം ആ സ്കിന്ന് കളഞ്ഞിട്ട് അവർക്ക് ചേർക്കാം. പക്ഷെ സ്കിന്നോട് ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് എടുക്കണം. സമയം എടുത്ത് ഒരു 5 മിനിറ്റോളം എടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം നമ്മൾ താറാവിനെ നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിൻ്റെ ഒപ്പം നല്ല ചതച്ച പെപ്പർ. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. താറാവിനൊക്കെ നല്ലപോലെ പെപ്പർ ഇടും. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പെപ്പറിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഈ ഇറച്ചിയിലൊക്കെ പിടിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ പെപ്പറും ഉപ്പും ഒക്കെ നല്ലപോലെ നമ്മൾ ഇളക്കിയെടുത്തു. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, താറാവിൻ്റെ മേളിലൊക്കെ നല്ലപോലെ പെപ്പറും ഒക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പോൾ ഇത് 3-ാം പാലാണ് ഞാൻ ആദ്യം ഒഴിക്കുന്നത്. അതിൻ്റെ തൊട്ട് പുറകെ തന്നെ 2-ാം പാലും ഒഴിക്കുന്നുണ്ട്. താറാവ് കറിയിൽ സാധാരണ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ആകെ വെള്ളമായിട്ട് വരുന്നത് ഈ തേങ്ങാപ്പാലാണ്. ഇപ്പം എന്താ തേങ്ങാപ്പാൽ 3-ാം പാലും 2-ാം പാലും ഒക്കെ നമ്മൾ നല്ലപോലെ ഇവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഉരുളക്കിഴങ്ങ്, അതായത് പൊട്ടാറ്റോ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ മീഡിയം സൈസിൻ്റെ 1 പൊട്ടാറ്റോ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ചതുര കഷ്ണമായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. അതോടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊട്ടാറ്റോ നമ്മൾ ഇട്ട് കൊടുത്തു. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 1.25 മണിക്കൂർ എടുത്തു ഇത് മൊത്തത്തിൽ ഒന്ന് വേവിച്ച് വരാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഞാൻ ഇത് ചട്ടിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നേരം വെച്ചതാണ്. അപ്പം മൊത്തത്തിൽ 1.25 മണിക്കൂർ. ഓക്കെ, അപ്പം നല്ലപോലെ 3-ാം പാലും 2-ാം പാലും ഒക്കെ നല്ല വറ്റി നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇനി കുറച്ച് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാണാൻ പറ്റും നല്ല വറ്റിയിട്ടുണ്ട്. നല്ല ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ.
ആ പൊട്ടറ്റോ ഒക്കെ നല്ല ഉടഞ്ഞ് നല്ല കുറുകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ 5 ഏലക്ക പൊടിച്ചതാണ് ഈ ചേർക്കുന്നത്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കണം. പിന്നെ 1/4 ടീസ്പൂൺ ജാതിക്ക കൂടുതലുണ്ട്, ജസ്റ്റ് ഒരു നുള്ളു മാത്രം ഇട്ടാൽ മതി. അത് നല്ലൊരു ഫ്ലേവറാണ് താറാവ് കറിക്ക് വരുന്നത്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ആ ഏലക്കയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഇളക്കും തോറും നല്ല കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് നോക്കിയായിരുന്നു ടേസ്റ്റ്, പക്ഷെ ഇച്ചിരി ആയിട്ട് ഒരു പൊടിക്ക് കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടി ഒന്ന് ഉപ്പ് ചേർക്കുകയാണ്. 1-ാം പാലിൻ്റെ കൂട്ടത്താണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഇപ്പോൾ ഉപ്പൂട് ചേർത്തുള്ള തേങ്ങാപ്പാൽ 1-ാം പാലാണ് ഞാൻ ഈ ചേർക്കുന്നത്. അപ്പം നമ്മൾ ഒരു തേങ്ങ ഫുള്ളാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 1-ാം പാല്, 2-ാം പാലും 3-ാം പാലും പ്രിപ്പയർ ചെയ്യാൻ 2 ടേബിൾ സ്പൂൺ ചതച്ച പെപ്പറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മൾ 4 ടേബിൾ സ്പൂണാണ് പെപ്പർ ഇതിൽ ചേർക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് തിളപ്പിക്കില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഒന്ന് നല്ലൊരു ചൂട് കയറി വരാൻ വേണ്ടി, ആ പച്ച പാലിൻ്റെ ആ ഒരു മണമൊക്കെ മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്നൊരു തിള വന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചെല്ലാം നല്ല ഏറെ ഇട്ടോളൂ, നല്ലൊരു ഫ്ലേവറാണ് കയറുന്നത്. അപ്പോൾ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് കഴിക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോഴത്തേക്ക് നല്ല പോലെ ഈ കറിയൊക്കെ, താറാവ് കറിയൊക്കെ നല്ല പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ താറാവിൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ ഇറങ്ങും അപ്പോഴത്തേക്ക്. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുക്കാം. അപ്പോൾ താറാവ് കറി അവിടെ തണുക്കുന്ന സമയത്ത് നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഞാൻ ഇവിടെ അപ്പച്ചട്ടിയൊക്കെ എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നല്ല മുരുമുരായിരിക്കുന്ന അപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പം എന്താ അപ്പം റെഡി ആയിട്ടുണ്ട്. ആഹാ, നല്ല ചൂട്, അതാ നല്ല മുരിഞ്ഞ ലേസൊക്കെ കാണാം. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കുന്ന എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇത് എങ്ങനെ ഉണ്ടാകും. അതായത് നല്ല ആവി പറക്കുന്ന അപ്പവും നല്ല മൊരിമൊരിയായിട്ടിരിപ്പുണ്ട്. നമുക്ക് ഈ താറാവ്, അതായത് കാലാണ് കിട്ടിയിരിക്കുന്നത്, നല്ല പെപ്പർ ഇട്ടതാണ്. ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. നോക്ക്, കറക്റ്റ് വേവ്. ഇങ്ങനെ ഇരിക്കണം, നല്ല വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവനെ ഇച്ചിരി എടുത്തിട്ട് ഈ അപ്പത്തിൻ്റെ കൂടെ വെച്ച് ഇച്ചിരി കറിയും തേങ്ങാക്കൊത്തിട്ടായിരുന്നേ, നമുക്ക് തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടം. അപ്പം തേങ്ങാക്കൊത്ത് കൂടെ വെച്ചിട്ട് നല്ല വേവ്. എല്ലാം ഇളകി വന്നു. ആ വേവ് അറിയുന്ന കാണാം, നല്ലോണം ഇളകി വന്നിട്ടുണ്ട്. നല്ല പെപ്പറിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്ന നല്ലൊരു സ്പൈസിനെസ്സും ഉണ്ട്, ഉഗ്രൻ ടേസ്റ്റ്, അടിപൊളി. അപ്പം ഞാനിതിരുന്ന് കഴിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.